നമസ്കാരം. അടുത്ത ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഭാഗമായ നദികളുടെ ഉത്ഭവസ്ഥാനം, പതനസ്ഥാനം. എവിടെ നിന്നൊക്കെ നദികൾ, പ്രധാനപ്പെട്ട ഇന്ത്യൻ നദികൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, അവയുടെ പതനസ്ഥാനം ഏതൊക്കെ, ആ ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പയ്യെ കിടക്കാം. അപ്പോൾ സിന്ധു നദി, ആദ്യം നമ്മൾ പറഞ്ഞ നദിയെ സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ബൊഗാർചു ഗ്ലേസിയർ. ഈ ബൊഗാർചു ഗ്ലേസിയർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ലയൺസ് മൗത്ത് അല്ലെങ്കിൽ സിംഹത്തിൻ്റെ വായെന്ന് പറയുന്നു. ഈ സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്നത് ബൊഗാർചു ഗ്ലേസിയർ, ലയൺസ് മൗത്ത് പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി രണ്ടാമത്തെ നദിയായ ഗംഗ നദിയാണ്. ഗംഗ നദി പതിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമപാടമാണ്. ഗംഗോത്രി ഹിമപാടത്തിലെ പ്രധാനമായും ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ്. ഈ ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ സിന്ധു നദി പതിക്കുന്ന അറബിക്കടൽ, ഗംഗാ നദി പതിക്കുന്ന ബംഗാൾ ഉൾക്കടലാണ്. മൂന്നാമത്തെ ബ്രഹ്മപുത്ര നദിയാണ്. അതോടൊപ്പം തന്നെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചെമയുങ്തങ്, അതോടൊപ്പം തന്നെ ചെമയുങ്ലം ഗ്ലേസിയർ എന്നും പറയും. ചെമയുങ് ഗ്ലേസിയറിൽ നിന്നാണ് അത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ ഇതിനാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടൽ പതിക്കുന്ന, അതോടൊപ്പം തന്നെ അറബിക്കടൽ പതിക്കുന്ന ഏക ഹിമാലയ നദി എന്ന് വെച്ചാൽ അത് സിന്ധു നദിയാണ്. അറബിക്കടൽ പതിക്കുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു നദി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് നർമ്മദ നദി. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർകണ്ടക്, മധ്യപ്രദേശിലെ അമർകണ്ടകിൽ നിന്നും ഉത്ഭവിക്കുന്നു. നർമ്മദ നദിയുടെ പതനസ്ഥാനമായിട്ട് പറയുന്നത് അറബിക്കടലാണ്. അടുത്ത താപ്തി നദിയാണ്. താപ്തി നദി ഉത്ഭവിക്കുന്ന മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ താപ്തി ഉത്ഭവിക്കുന്ന സാത്പുര നിരകളായ, വിന്ധ്യ സാത്പുര നിരകൾ തമ്മിൽ ചേരുന്ന ഭാഗമാണ് മധ്യപ്രദേശ്. അതിനകത്തെ സാത്പുര നിരകളായ മുൾട്ടായ് പീഠഭൂമി പ്രദേശത്തു നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. താപ്തി നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. അതോടൊപ്പം തന്നെ കൃഷ്ണനദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. കൃഷ്ണനദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ്. കൃഷ്ണനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, അടുത്ത നദി കാവേരി നദിയാണ്. കാവേരി നദി ഉത്ഭവിക്കുന്ന തലക്കാവേരി കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരിക്കടുത്തുള്ള തലക്കാവേരി തടാകത്തിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കാവേരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരിക്കടുത്തുള്ള തലക്കാവേരി തടാകം ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ നിരകൾ. ഛത്തീസ്ഗഡ്. മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഒരു നദിയായ ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഗോദാവരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, അടുത്ത നദിയാണ് ഗോമതി നദി. ഗോമതി നദി ഉത്ഭവിക്കുന്ന ഉത്തർപ്രദേശിലെ പീലിഭത്തിനടുത്തുള്ള ഗോമത്ത് താലിൽ നിന്നുമാണ് ഗോമതി നദി ഉത്ഭവിക്കുന്നത്. ഗോമതി ഗാസിപ്പൂരിൽ വെച്ച് ഗംഗയുമായി ചേരുന്നു. അപ്പോൾ ഉത്തർപ്രദേശിലെ പീലിഭത്തിനടുത്തുള്ള ഗോമത് താലിൽ നിന്നുമാണ് ഗോമതി നദി ഉത്ഭവിക്കുന്നത്. ഗംഗാ നദിയുമായി ഗാസിപ്പൂരിൽ വെച്ച് ചേരുന്നു. അടുത്തത് കോസി നദിയാണ്. കോസി നദി ഉത്ഭവിക്കുന്ന ബീഹാറിലെ ഗോസൈത്താൽ ഭാഗത്ത് നിന്നാണ്. കോസി നദി ഉത്ഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ കാരഗോള ഭാഗത്ത് വെച്ച് ഗംഗയുമായി ചേരുന്നു. ഓക്കെ, ഇനി യമുന നദിയാണ്. യമുന നദി ഉത്ഭവിക്കുന്നത് യമുനോത്രിയിൽ നിന്നാണ്. യമുന നദിയുടെ പ്രാചീന നാമമാണ് കാളിന്തി. പുരാണത്തിൽ കാളന്തി എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് യമുന. അതോടൊപ്പം തന്നെ അലഹബാദിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്നു. യമുന നദി യമുനോത്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഗംഗാ നദിയുമായി ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. ഓക്കെ, അടുത്ത ഒരു നദിയാണ് ദാമോദർ നദി എന്ന് പറയുന്നു. ഗംഗാ നദിയുടെ പോഷക നദിയായ ദാമോദർ നദി ഉത്ഭവിക്കുന്നത്
ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഭാഗത്തു നിന്നാണ്. അതോടൊപ്പം തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വിശേഷിപ്പിക്കുന്ന ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ ഈ ദാമോദർ നദി വന്നു ചേരുന്നത് ഹൂഗ്ലി നദിയിലാണ്. പണ്ട് PSC ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ്. 1947 ഈ പദ്ധതി രൂപീകരിച്ച്. അപ്പോൾ അത് വർഷം പഠിച്ചില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലി പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ നദികളുടെ ഉത്ഭവം, അതോടൊപ്പം തന്നെ അതിൻ്റെ പതനസ്ഥാനമാണ്. അപ്പോൾ ഈ പ്രധാന ഇന്ത്യൻ നദികൾ, അതിൻ്റെ പോഷക നദികൾ, അതിൻ്റെ ഉത്ഭവം, പതനസ്ഥാനം പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.